വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു ഡേ മൈ ലൈഫ് എടുക്കാൻ പോവാട്ടോ. സോ അതിനൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ റൂം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ റൂം കാണിക്കാം. പിന്നെ ഞാൻ മുന്നേ നിന്നിടത്തുനിന്ന് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണം. അപ്പോൾ അതും പിന്നെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട്. ഞാൻ ഈ കൈ ഇങ്ങനെ വെക്കുന്നത് എന്താണെന്ന് അറിയാം, എനിക്ക് പല്ല് വേദനയാണ്, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ചെറിയൊരു വീക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഇത് കാണുന്ന എൻ്റെ ഉമ്മ മറ്റുള്ളവർക്ക് വിചാരിക്കും പാവം എൻ്റെ കുട്ടി അല്ലേ, പാവം ഒറ്റയ്ക്ക. ഇവിടെ ഉണ്ടല്ലോ സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞു. ഞാൻ എണീക്കാൻ തന്നെ കുറേ സമയം ലേറ്റായിപ്പോയി. തൈറോയിഡിൻ്റെ മരുന്ന് കുടിച്ചിട്ട് കുറച്ച് നേരം കിടന്നു. ഇനിയിപ്പം ബ്രഷ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. പാത്രങ്ങളൊന്നുമില്ല ഗൈസ്, എല്ലാം ഇനി മേടിച്ചിട്ടൊക്കെ വേണം. കുക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, 2 ദിവസമായിട്ട് പുറത്തു തന്നെയാണ്. പാത്രങ്ങൾ അവിടെ ഉണ്ട്. ഇനി നൂഡിൽസ് ഉണ്ടാക്കാം നമുക്ക്. 2-3 പാത്രം കണ്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആവണം, നൂഡിൽസ് ഉണ്ടാക്കണം, റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ പോയി കൊണ്ടുവരണം, എന്നിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ പിന്നെ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം. ഗൈസ് അവിടെ കിച്ചണിലെ ആളാണ് ഗൈസ്. ഞാൻ അവരെ പാത്രം വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു ചോദിച്ചിട്ട്, പക്ഷെ അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമുക്ക് ഈ ബ്രെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചെരുപ്പ് മേടിക്കണം. അപ്പം താഴെ പോയി ചെരുപ്പ് മേടിക്കാം. റൂമിലിടുന്ന ചെരുപ്പാണ് ഞാൻ ഗൈസ്. 10ാമത്തെ നിലയില്ല. എന്താ പേര്? സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഇങ്ങനെ പോവാനൊരു രസമൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഞാൻ 10ാമത്തെ നിലയിലാണ്. ചെരുപ്പ് മേടിച്ചില്ല കേട്ടോ. കാര്യം ഞാനൊക്കെയും കൂടെ പുറത്തു പോവാം. അപ്പോൾ ഇക്ക പറഞ്ഞു അപ്പം മേടിക്കാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ കൊണ്ട് റൂമിലേക്ക് പോവാം. അവിടെ ആണെങ്കിൽ അവിടെ അപ്പുറത്തെ പെണ്ണ് മരുന്നടിക്കുന്നു കോക്രോച്ചിന്. അപ്പോൾ സ്മെല്ലും മാറ്റുന്നില്ല. സാരല്ല, ഞങ്ങളുടെ 10ാമത്തെ നിലയിലെത്തിയിരിക്കുന്നു. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് കുറവാട്ടോ. ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് ആയിരുന്നു മാറിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് തോന്നുന്നു. നമുക്ക് ഇനി വഴിയെ ലൈറ്റൊക്കെ മേടിച്ച് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതെന്താണെന്നറിയോ, പല്ല് വേദനയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാട്ടോ പല്ല് വേദനയ്ക്ക് ഒരു പൊടി കലക്കി കുടിക്കാൻ. അപ്പം അത് കുടിക്കണം. ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടോയെന്ന് തോന്നുന്നു. ഭയങ്കര മൂടല്. ഇനിയിപ്പോൾ അവിടെ പോകണം, ഡ്രസ്സ് എടുക്കണം. ഇതൊക്കെ ഒരു ചടങ്ങാണ്. കാരണം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സമയം പോണെന്നുള്ളതാണ്. ഇപ്പം വരാന്ന് പറയും, എന്നെ അങ്ങോട്ട് വരുമോ? അതും ഇല്ല. എന്താല്ലേ ഹലോ, ഇത് എനിക്ക് അപ്പുറത്തെ റൂമിൽ ചേച്ചി തന്നത് കേട്ടോ. ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഹിന്ദിക്കാരാണേ. അപ്പോൾ ഈ പാത്രമൊക്കെ അവർ കുക്ക് ചെയ്തോന്നും പറഞ്ഞിട്ട് തന്നു. ഞാൻ നൂഡിൽസ് വെക്കാൻ പോവാം. ഇത് അവരുതാണ്. അങ്ങനെ ഇക്ക വന്നിട്ടുണ്ട്. നല്ല ആ വെയിലിന് പകരം നല്ലൊരു മഴ പെയ്തു കേട്ടോ. ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ഡേറ്റിലെത്തിയിട്ടുണ്ട്. ഈ റൂമിനോട് ഞാൻ ബൈ ബൈ പറയുവാണ്.
ബൈ പറയാം കേട്ടോ. ഇതായിരുന്നു എൻ്റെ റൂം. ഇനി കൊച്ചു റൂം ലിയ ഓഫീസിൽ നിന്ന് കാണാം. ഇനി അങ്ങോട്ട് എടി ഇനി ഓഫീസിൽ നിന്ന് കാണാം. അങ്ങനെ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അങ്ങ് പോന്നു. ഇനി നെസ്റ്റോയിൽ ഇറങ്ങണോ ലുലുവിൽ ഇറങ്ങണോ എന്ന് ചോദിക്കേണ്ടിയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ നെസ്റ്റോയിൽ ഇറങ്ങി. എന്ത് മേടിക്കണം എന്നെനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. കുറച്ച് പച്ചക്കറി, അരി അതൊക്കെ മേടിക്കാം. പിന്നെ പതിയെ മേടിക്കാമല്ലോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ചുറ്റിക്കറങ്ങി ഞാൻ ഒറ്റയ്ക്ക് ഇതായ ഒരു ട്രോളി വലിച്ച് നടക്കുക. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. എഗെയിൻ ഞാൻ ഇക്കാനെ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഇക്ക വന്ന പാടെ എനിക്ക് ചായ മേടിച്ചു തന്നു. ചായ അതൊരു വികാരം തന്നെയാണ് ദുബായിൽ, അല്ലേ? പക്ഷെ കൊഴുക്കട്ടല്ലേ, ശർക്കരയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ട് അതാ വിചാരിച്ച് മേടിച്ചത് കേട്ടോ. പക്ഷെ ഇതിൽ മസാല വേറെ ഏതാണ്ടൊക്കെയാ, എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പേ ഇതാണ് ഗൈസ് എൻ്റെ സാധനങ്ങൾ. ഇനി ഇതെല്ലാം ഞാൻ ആ ട്രോളിയിൽ കുത്തി നിറച്ചേക്കുക ഡ്രസ്സൊക്കെ. ഇനി അതെല്ലാം ഇതിലേക്കാക്കണം. ഇന്നെന്തായാലും നടക്കൂല. സോ ടയർഡ്. അപ്പോൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. ഡ്രസ്സൊക്കെ അതേപോലെ കിടക്കട്ടെ. ഫ്രീ ആവണ സമയം പോലെ അതിലേക്ക് ഒതുക്കി വെക്കാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഗൈസ്, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങാൻ പോവുക. എനിക്ക് അധികം അറിയാമായിരുന്നു ഈ വ്ളോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളത്. ഇനി ഉറങ്ങി എണിക്കുവാണെങ്കിൽ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കും എന്നാണ് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള. അപ്പം ഞാൻ ആ വീഡിയോ എടുക്കാം. ഓക്കെ, ചോറ് വെക്കാം കേട്ടോ. അപ്പം വെള്ളം വെച്ചു. ഞാൻ അരി ഗൈസ്, ഇത് ഇന്നലത്തെ മന്തിയാണ്. പിന്നെ രാത്രി ഇത് കഴിക്കാം. അപ്പോൾ ഇത് ചൂടാക്കാൻ പോവാം. ചോറ് നാളെ ഓഫീസിലേക്ക് ഇതാവുന്നത്. ഇനി മൊട്ട എന്തെങ്കിലും രാവിലെ അല്ല, നാളെ രാവിലെ എണീറ്റ് രാവിലെ പോകണം. അപ്പോൾ ഇന്ന് തന്നെ വറക്കാം, അത് മതി. നല്ല വിശപ്പാണ് ഗൈസ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. ചിക്കൻ ചൂടായില്ലേ? ഒരു ഭാഗം മാത്രമേ ചൂടായുള്ളൂ, കുഴപ്പമില്ല. ചൂട്. അങ്ങനെ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ നന്നായിട്ട് ക്ഷീണം വന്നു.
ഇനി റൂമിൽ കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാണ്ടുണ്ടോ, അതൊക്കെ ഇനി നാളെ ഇൻഷാ അല്ലാ ഓഫീസിൽ നിന്ന് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ റെഡിയാക്കി വെക്കാം. ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.